നമസ്കാരം. ഇങ്ക് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ? മത്സരിച്ചാൽ ജയിക്കുമോ? ജയിച്ചില്ലെങ്കിൽ ഒരു തവണ കൂടി സ്വന്തം തട്ടകത്തിൽ തോറ്റാൽ ജോസ് കെ മാണിയുടെ ഭാവി എന്താകും? കഴിഞ്ഞ തവണ ജോസിനെ മലർത്തിയടിച്ച മാണി സി കാപ്പന്റെ 16,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കാൻ ജോസിന്റെ പാർട്ടിക്കും LDFനും നിലവിലെ സാഹചര്യത്തിൽ കഴിയുമോ? ഇങ്ങനെ 100,000 സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുമ്പോഴാണ് ഇന്നലെ അടിമാലിയിൽ മാധ്യമങ്ങളെ കാണവേ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ പാലായിൽ മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് റോഷിയുടെ കടന്നുകയറ്റം. രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ പലതരത്തിൽ വിലയിരുത്തുന്നുണ്ട്. സാധാരണ നിലയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയ ശേഷം പാർട്ടി ചെയർമാനാണ് കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിക്കുക. നേരത്തെ അത് KM മാണിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ചുമതല ജോസ് കെ മാണിക്കാണ്. അദ്ദേഹം ഇരിക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രഖ്യാപനം പാർട്ടിക്ക് ചേർന്ന രീതിയല്ല. കേരള കോൺഗ്രസ് എമ്മിൽ റോഷി അഗസ്റ്റിൻ സൂപ്പർ ചെയർമാനായി മാറുന്നുവെന്നും ജോസ് കെ മാണി റോഷിയുടെ നിഴലായി മാറുന്നുവെന്നുമാണ് ഇതിലെ ഒരു നിരീക്ഷണം. ജോസ് കെ മാണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ്. റോഷി ആകട്ടെ ജയിച്ചു മന്ത്രിയുമായി. ഇടതുമുന്നണി വിട്ട് UDFൽ പോകാൻ ജോസ് കെ മാണി ശ്രമിച്ചപ്പോഴാകട്ടെ റോഷിയും മറ്റ് MLA-മാരും ഒറ്റക്കെട്ടായി എതിർത്തു. ആ തീരുമാനത്തിൽ നിന്ന് ജോസിന് പിൻവാങ്ങേണ്ടി വന്നു. റോഷി പാർട്ടിയിൽ പിടിമുറുക്കി എന്നതിന്റെ ആദ്യ സൂചന അതായിരുന്നു. ഇപ്പോൾ അത് ഉറപ്പായിരിക്കുന്നു. മറ്റൊന്ന്, പാലായിൽ ഭീഷണിയുണ്ടെങ്കിൽ ഇടുക്കിയിലേക്ക് മാറാൻ ജോസ് കെ മാണിക്ക് പല പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നതിനും സൂചനയുണ്ട്. ഈ നീക്കത്തെ മുളയിലേ നുള്ളാനാണ് റോഷി അഗസ്റ്റിൻ ഈ ശ്രമം നടത്തിയത്. എന്തായാലും റോഷിയുടെ കടന്നുകയറ്റത്തിൽ ജോസ് കെ മാണിക്ക് അതൃപ്തിയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ആ അതൃപ്തി മറച്ചുവെച്ചാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. റോഷി ചോരത്തിളപ്പുള്ള നേതാവാണെന്നും സ്നേഹക്കൂടുതൽ കൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെന്നും ഒക്കെയാണ് ജോസ് വിശദീകരിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപനം അസ്ഥാനത്താണെന്നത് ജോസിന് നന്നായി അറിയാം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് M ക്യാമ്പിലെ പടലപ്പിണക്കം ഇതോടെ കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത.